അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ബീഫ് വരട്ടിയത് അതുപോലെ തന്നെ പഴംപൊരിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അത് കഴിച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കേക്ക് വെക്കുക. കേക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളത് ഊറ്റി വെക്കണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പം ചെറുതായിട്ട് അരിയണതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിനി അതിലേക്കുള്ള ഒരു വലിയുള്ളി, ഒരു തക്കാളി, കുറച്ചൊരു ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ അതിലേക്കുള്ളത് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി കുറച്ച് അധികം ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ കണ്ണ് എരിയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഉള്ളിയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നീളത്തിനോ ചതുരത്തിനോ എങ്ങനെയായാലും അരിയുക. ബീഫിൽ കിടന്ന് എങ്ങനെയായാലും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിൽ അത് ഉള്ളിയൊന്നും ചിലപ്പോൾ നമ്മൾ കണ്ടുപോകണമെന്നില്ല. അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ വേണമെങ്കിൽ നടുക ജസ്റ്റ് ഒന്ന് മുറിക്കാം. ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ മുറിക്കാതെ ഇട്ടാലും ബീഫിൽ കിടന്ന് വേവും അത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ മൺചട്ടിയിൽ വെച്ചിട്ട് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ ബീഫിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇടുക. മസാലപ്പൊടികൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുക. മസാലപ്പൊടി കുറവാണ് തോന്നുകയാണെങ്കിൽ പിന്നെ ഇടുക. നമ്മൾ ആദ്യം ബീഫ് മസാലപ്പൊടി ഇട്ടു, പെരുംജീരകപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിടുക, അതുപോലെ മുളകും പൊടി കുറച്ചിടുക. പിന്നെ മല്ലിപ്പൊടി ഒരു ഇച്ചിരി അധികം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ മുളക് ഞങ്ങൾക്കാർക്ക് വല്ലാണ്ട് ഉപയോഗിക്കാറില്ല, മുളക് പൊടി. അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളകും പൊടിയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് എരിവിന് വേണ്ടത് നമ്മൾ എത്ര വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് കുരുമുളക് പൊടി ഇടുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു നിശ്ചിത അളവിലല്ല ഇടുക, ഞാനൊരു സുമാറൊരു ഇതിലിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ഇടും. അപ്പോൾ ഉപ്പും തന്നെ ഒരു പാകത്തിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നീട് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. ഏറിപ്പോയാൽ നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അതിലേക്കുള്ള ചതവ്, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, ഒരു 2 ചെറിയുള്ളി അതിലേക്ക് എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് ചതക്കണേലേക്ക് കൂട്ടിയാൽ ഒരു ചതവ് ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അവിടെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇടയിൽ അങ്ങോട്ട് എനിക്ക് ഓർമ്മ വരാം, അയ്യോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, അയ്യോ ഞാൻ ഉലുവ ഇട്ടിട്ടില്ലല്ലോ. ആ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉലുവ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഉലുവ ഇട്ടാലും ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ്. ഉലുവ പിന്നെ നല്ല സാധനമാണല്ലോ നമ്മളെ ഹെൽത്തിനൊക്കെ. അപ്പോൾ നിങ്ങൾ ഉലുവ കുറച്ചിടുക. അതുപോലെ തന്നെ വലിയ ജീരകം നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഇനി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് അത്യാവശ്യമൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് അതിൽമക്ക് വെച്ച് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യണതാകുമ്പോൾ വേവാൻ എന്ത് ചെയ്യാലും നല്ല ടൈം പിടിക്കും കേട്ടോ. കുക്കറിലാകുമ്പോൾ ഒരു കുറച്ച് വിസിലാണ്ട് അടിച്ചാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പക്ഷെ നമ്മളെ ഹെൽത്തിന് എപ്പോഴും നല്ലത് നമ്മൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ബീഫ് എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ വേവിലല്ല കഴിക്കേണ്ടത്. അത് നല്ലപോലെ വെന്തിട്ടാണ് നമ്മൾ ബീഫ് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് ജസ്റ്റ് അടുപ്പൊക്കെ നല്ലപോലെ കത്തുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഇത് അടച്ച് വെച്ചു. അപ്പോൾ എൻ്റെ അടുപ്പിലുള്ള വിറക് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ആയിട്ടുള്ള വിറകാണ് കേട്ടോ. ഷോർട്ട് വിറകുകളൊക്കെ നമുക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ ലെങ്ത്തിനനുസരിച്ച് അത് അതിലേക്ക് വെക്കും. പിന്നെ വിറകല്ല, അതെന്തായാലും അത് കത്തി ഇങ്ങനെ കഴിഞ്ഞോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓനെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഓന് കിട്ടാവുന്ന വിറകുകളൊക്കെ പോയി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തിളച്ച വെള്ളം ശർക്കരയിൽ ഒഴിച്ചിട്ട് പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ടത്. ഏറെക്കുറെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇടയിലൊക്കെ ബീഫ് നോക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒഴിച്ചു കൊടുത്തുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പിടിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്താൽ ബീഫ് കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് മട്ടത്തിൽ തന്നെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനിപ്പോൾ പഴംപൊരിക്കുള്ള മിക്സ് തയ്യാറാക്കി. മൈദപ്പൊടി, അതുപോലെ തന്നെ അപ്പസോഡ, ഉപ്പ്, ശർക്കര പാനി വെച്ചിട്ട് അത് മിക്സാക്കി ആ ബാറ്റർ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ പഴംപൊരിയിൽ ആ ബീഫും കൂട്ടി കഴിക്കുമ്പോൾ. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു വാഴൻ്റെ വെട്ടി വന്നു, അതിലാണ് നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ വിളിച്ചു കൂട്ടി നമ്മൾ കഴിക്കുകയാണ്.
അപ്പോൾ മക്കൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ടും കൂടെ ചെയ്യുന്നുണ്ടോ.